വളപട്ടണത്ത് അരി വ്യാപാരി അഷ്റഫിന്റെ വീട്ടിൽ നിന്നും കവർന്ന സ്വർണവും പണവും പോലീസ് കോടതിയിൽ ഹാജരാക്കി. അന്വേഷണ ഉദ്യോഗസ്ഥനായ വളപട്ടണം ഇൻസ്പെക്ടർ ടി.പി. സുമേഷാണ് തൊണ്ടിമുതൽ ഹാജരാക്കിയത്. സ്വർണവും പണവും ട്രഷറിയിലേക്ക് മാറ്റാൻ കണ്ണൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു. ഇത് വിട്ടുകിട്ടണമെങ്കിൽ ഉടമസ്ഥന് കോടതിയെ സമീപിക്കേണ്ടി വരും. വളപട്ടണം മന്നയിലെ അരിവ്യാപാരി കെ.പി. അഷ്റഫിന്റെ വീട്ടിൽ നിന്ന് അയൽവാസിയായ ലിജേഷ് കവർന്ന സ്വർണവും പണവുമാണ് വളപട്ടണം ഇൻസ്പെക്ടർ ടി.പി. സുമേഷിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. 1,21,04,300 രൂപയും 267 പവൻ സ്വർണവും ട്രഷറിയിൽ സൂക്ഷിക്കാൻ കോടതി ഉത്തരവിട്ടു. പണം എണ്ണിത്തിട്ടപ്പെടുത്തി ബണ്ടിലുകളാക്കിയും സ്വർണം അപ്രൈസർ എത്തി പരിശോധിച്ച് തൂക്കം രേഖപ്പെടുത്തിയുമാണ് ട്രഷറിയിലേക്ക് മാറ്റിയത്. അഷ്റഫും കോടതിയിൽ എത്തിയിരുന്നു. ഈ സ്വർണവും പണവും അഷ്റഫിന് തിരികെ കിട്ടാൻ കടമ്പകൾ ഏറെയുണ്ട്. സ്വർണവും പണവും തങ്ങളുടേതാണെന്ന് തെളിയിക്കുന്ന രേഖകൾ അഷ്റഫിന് കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. ഇത് വിട്ടുകിട്ടാൻ അഭിഭാഷകൻ മുഖേന അഷ്റഫ് കോടതിയിൽ ഹർജിയും നൽകും. ഇതിനൊപ്പമാണ് അത് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കേണ്ടി വരിക. സ്വർണം വാങ്ങിയതിന്റെ ബിൽ ഉൾപ്പെടെ ആവശ്യമായി വരും. സ്വർണം പഴയതാണെങ്കിൽ മുമ്പെടുത്ത ഫോട്ടോകളോ മറ്റോ ഹാജരാക്കേണ്ടിയും വരും. പണത്തിനും കൃത്യമായ രേഖകൾ ഹാജരാക്കണം. ബിരിയാണി അരിയുടെ മൊത്ത വ്യാപാരിയാണ് അഷ്റഫ്. ബിസിനസ്സിൽ നിന്ന് ലഭിച്ച പണമാണ് വീട്ടിൽ സൂക്ഷിച്ചതെന്നാണ് അഷ്റഫ് പോലീസിന് നൽകിയ മൊഴി. മധുരയിൽ വിവാഹത്തിന് പോകേണ്ടി വന്നതിനാൽ അതിനും അതിന് തൊട്ടടുത്ത ദിവസങ്ങളിലും ബാങ്കിൽ അടക്കാൻ പറ്റിയില്ലെന്നും അതാണ് ലോക്കറിൽ സൂക്ഷിച്ചതെന്നുമാണ് അഷ്റഫ് പറഞ്ഞത്. പണത്തിന്റെ കൃത്യമായ കണക്ക് ഹാജരാക്കാൻ കഴിയുമെന്ന് അഷ്റഫ് പോലീസിനോട് വ്യക്തമാക്കിയിരുന്നു. അതിനു മുമ്പ് ബാങ്കിൽ പണമടച്ചതിന്റെ വിവരങ്ങളടക്കം അഷ്റഫ് പോലീസിനോട് പറഞ്ഞിരുന്നു. തൊണ്ടി മുതൽ വിട്ടുകിട്ടുന്നതിന് എതിർപ്പില്ലെന്ന് പോലീസും അറിയിച്ചാൽ മാത്രമേ പെട്ടെന്ന് സ്വർണവും പണവും അഷ്റഫിന് തിരിച്ചു കിട്ടാനിടയുള്ളൂ. ചുരുങ്ങിയത് 1 മാസമെങ്കിലും നടപടിക്രമങ്ങൾക്കെടുക്കുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന. നവംബർ 20 രാത്രിയാണ് അഷ്റഫിന്റെ വീട്ടിൽ അയൽവാസിയായ ലിജേഷ് ഈ കൊള്ള നടത്തിയത്. വ്യക്തമായ തെളിവുകൾ ഒന്നും അവശേഷിപ്പിക്കാതെയാണ് ലിജേഷ് ഈ കവർച്ച ആസൂത്രണം ചെയ്തത്. ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു ലിജേഷ്. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോഴും ലിജേഷിന് ഭാവമാറ്റം ഒന്നുമുണ്ടായിരുന്നില്ല. ശബ്ദമെന്തെങ്കിലും കേട്ടിരുന്നു എന്ന് പോലീസ് വീട്ടിലെത്തി ചോദിച്ചപ്പോഴും ഒന്നും കേട്ടില്ല എന്ന മറുപടിയാണ് ലിജേഷ് ആദ്യം നൽകിയിരുന്നത്. എന്നാൽ ACP T.K. രത്നകുമാറും ഇൻസ്പെക്ടർ ടി.പി. സുമേഷും ചേർന്നുള്ള അന്വേഷണ സംഘം ലിജേഷിന്റെ എല്ലാ തന്ത്രങ്ങളും പൊളിക്കുകയായിരുന്നു. ഒടുവിൽ പത്രത്തിലും ചാനലിലും ഫോട്ടോയോ വാർത്തയോ കൊടുക്കില്ലെന്ന ഉറപ്പിൽ ലിജേഷ് എല്ലാം തുറന്നു പറഞ്ഞു. നിങ്ങൾക്കൊരിക്കലും സ്വർണവും പണവും കണ്ടെത്താൻ കഴിയില്ലെന്ന് ആദ്യം പറഞ്ഞിരുന്ന ലിജേഷ് പിന്നെ വീട്ടിന്റെ കട്ടിലിനടിയിൽ എല്ലാം സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പറയുകയായിരുന്നു. ലിജേഷ് തന്നെ പോലീസിനെ കൂട്ടിക്കൊണ്ടുപോയി എല്ലാം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ലിജേഷിന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് ചില സംശയങ്ങൾ പോലീസിനുണ്ടായത്. കവർച്ചാ രീതികളെക്കുറിച്ചുള്ള സെർച്ച് ഹിസ്റ്ററി ഫോണിൽ നിന്ന് പോലീസിന് ലഭിച്ചിരുന്നു. തുടർന്നാണ് വിരലടയാളങ്ങൾ ശേഖരിച്ചത്. ലിജേഷിന്റെ വിരലടയാളവും കീച്ചേരിയിലെ കവർച്ചയുമായി ബന്ധപ്പെട്ട് കിട്ടിയ വിരലടയാളവും ഒന്നുതന്നെയാണെന്ന് വ്യക്തമായതോടെ പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങുകയായിരുന്നു. കേരള പോലീസിന്റെ അഭിമാന സ്തംഭമാണിന്ന് വളപട്ടണം പോലീസ്. ACP T.K. രത്നകുമാറിന്റെയും ഇൻസ്പെക്ടർ ടി.പി. സുമേഷിന്റെയും നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ ഭവന ഭേദന കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തതും തൊണ്ടി മുതൽ കണ്ടെടുത്തതും കേരള പോലീസിന് ആകെ നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല. വിശ്രമരഹിതമാണ് വളപട്ടണം പോലീസിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനം. ഈ വലിയ കവർച്ചാ കേസിലെ പ്രതിയെ പിടികൂടിയതിന് തൊട്ടു പിന്നാലെ അഴീക്കലിൽ കൊലപാതകവും നടന്നു. വിശ്രമരഹിതമായ ആ അന്വേഷണം ഇപ്പോഴും അവർ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കണ്ണൂരിൽ നിന്നും
ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.